നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ രൂപപ്പെട്ട ഭൂഭവന ദാന പ്രസ്ഥാനത്തിന് 55 വയസ്സ്. മെയ് 5 ഞായർ ഭൂഭവന ദാന ദിനമായി സഭ വേർതിരിച്ച് ആചരിക്കുന്നു. ഭൂഭവന ദാനത്തെപ്പറ്റി സർക്കാരും പൊതുസമൂഹവും ആലോചിക്കുന്നതിന് മുൻപ് 1968 ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യൂഹാനോൻ മാർത്തോമ മെത്രാപ്പോലിത്തയുടെ കരുതൽ ശുശ്രൂഷയിൽ രൂപപ്പെട്ട ആശയമായിരുന്നു ഭൂഭവന ദാന പ്രസ്ഥാനം. തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് ഭവനമൊരുക്കുക എന്ന ആശയം കേരളത്തിലും ഇന്ത്യയിലാകമാനവും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഈ ആശയം പിന്തുടർന്ന് സംസ്ഥാന സർക്കാർ ലക്ഷം വീട് പദ്ധതിക്ക് രൂപം നൽകി. സഭകളും വിവിധ സമൂഹങ്ങളും വൈവിധ്യമാർന്ന പദ്ധതികൾക്ക് രൂപം നൽകിയതോടെ കിടപ്പാടമില്ലാതെ ബുദ്ധിമുട്ടിയ വലിയ ജനസമൂഹത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഭൂഭവനരഹിതർക്ക് 100ഓളം വീടുകൾ ഒരുക്കുന്ന നിശബ്ദ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ കാലഘട്ടം സഭ. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ പട്ടത്വ സുവർണ ജൂബിലി ആഘോഷങ്ങളില്ലാതെ സമൂഹത്തിൽ വേദനിക്കുന്നവർക്ക് കരുതലാകുന്ന പദ്ധതിയായി രൂപപ്പെടണമെന്ന ആഗ്രഹം അഭയ ഭവന പദ്ധതിയായി രൂപപ്പെടുകയായിരുന്നു. സഭാജനങ്ങൾ ഭൂമി സൗജന്യമായി നൽകാൻ മുന്നോട്ട് വന്നതോടെ ഭൂമിയില്ലാത്തവർക്കും വാസയോഗ്യമായ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ സാഹചര്യമൊരുങ്ങി. 4 ഏക്കറിലധികം ഭൂമി വിവിധ സ്ഥലങ്ങളിലായി ഇതുവരെ സൗജന്യമായി ലഭ്യമായി. ആദ്യഘട്ടമായി 61 വീടുകളുടെ നിർമ്മാണം വിവിധ സ്ഥലങ്ങളിലായി പൂർത്തിയായി താക്കോൽ കൈമാറി. 47 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നു. സഭാജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പദ്ധതിക്ക് ലഭിച്ച ജനകീയ പിന്തുണ. സാമ്പത്തികമായ സഹായങ്ങൾക്ക് പുറമെ ഭൂമിയും നിർമ്മാണ സാമഗ്രികളും സ്പോൺസർ ചെയ്തും ജനങ്ങൾ ഈ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നു. സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, അഭയം പദ്ധതി കോർഡിനേറ്ററും സീനിയർ വികാരി ജനറാലുമായ വെരി റവറന്റ് ജോർജ് മാത്യു, ഭവന നിർമ്മാണ കോർഡിനേറ്റർ റവറന്റ് VS കറിയ, സാങ്കേതിക വിദഗ്ധർ, വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ ഈ പ്രവർത്തനങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭ എല്ലാ വർഷവും മെയ് മാസം 1-ാം ഞായറാഴ്ച ഭൂഭവന ദാന ദിനമായി വേർതിരിച്ച് ആചരിക്കുന്നു. വീടുകൾ ഇല്ലാത്തവരും ഉള്ള വീടുകൾ വാസയോഗ്യമല്ലാത്തവരുമായ വളരെയധികം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഭൂരഹിതരുടെയും ഭവനരഹിതരുടെയും എണ്ണം താരതമ്യേന കൂടുതലായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ കാലഘട്ടത്തിൽ സഭയും ഭൂഭവനദാന പദ്ധതി വർദ്ധിത താൽപര്യത്തോടെ തുടരേണ്ടത് അടിയന്തര ആവശ്യമാണ്. ഇന്ത്യ 3-ാം ലോകശക്തിയായി വളർന്നുകൊണ്ട് ഇരിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോഴും ധനവാനും ദരിദ്രനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നുണ്ട്. അവരുടെ അന്തസ്സും അഭിമാനവും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നിടത്താണ് ദൈവരാജ്യ ദർശനം അർത്ഥവത്താകുന്നത്. ഇന്നും സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഭവനരഹിതർക്ക് കിടപ്പാടമൊരുക്കി അവരെ സുരക്ഷിത സ്ഥാനത്താക്കുന്നതോടൊപ്പം അവർക്ക് സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നതിന് വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ പദ്ധതികളുമായി കൂട്ടിയിണക്കി നൂതന സംരംഭങ്ങൾ വിഭാവന ചെയ്യുവാൻ സഭയ്ക്ക് സാധ്യമായിട്ട് തീരണം. നവമാനങ്ങളിലൂടെ ഭൂഭവന ദാന പ്രസ്ഥാനത്തിന് കരുത്തേകുവാൻ നമ്മുടെ സഭയിലൂടെ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് എല്ലാവർക്കും കൈകോർക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ദേശീയ അന്തർദേശീയ മികവ് തെളിയിച്ചിട്ടുള്ളവർക്കായി മാർത്തോമ സഭ നൽകുന്ന മേൽപ്പാടം ആറ്റുമാലിൽ ജോർജ് കുട്ടി മെറിറ്റ് അവാർഡ് ഇന്ത്യൻ എയ്റോസ്പേസ് ടെക്നോളജീസ് ആൻഡ് ഇൻഡസ്ട്രീസ് സൊസൈറ്റി പ്രസിഡന്റും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ മുൻ ചെയർമാനുമായ പത്മശ്രീ ഡോക്ടർ CG കൃഷ്ണദാസ് നായർക്ക് ലഭിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. യുവശാസ്ത്രജ്ഞർക്കുള്ള അവാർഡുകൾ ഡോക്ടർ ടിജു തോമസ്, ഡോക്ടർ ശാരദ പ്രസാദ് പ്രധാൻ എന്നിവർക്കും നൽകും. 1/2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡുകൾ. മെയ് മാസം 4-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 3:30 തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത അവാർഡുകൾ സമ്മാനിക്കും. കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, സഭാ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് ജോർജ് മാത്യു, വൈദിക ട്രസ്റ്റി റവറന്റ് ഡേവിഡ് ഡാനിയൽ എന്നിവർ പ്രസംഗിക്കും.
ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത സ്മാരക ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയ്ക്ക് സമ്മാനിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസീലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവയിൽ നിന്ന് മെത്രാപ്പോലിത്ത പുരസ്കാരം ഏറ്റുവാങ്ങി. ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത സർവ്വമതങ്ങൾക്കും മാതൃകയാണെന്ന് കാത്തോലിക്ക ബാവ അനുസ്മരിച്ചു. അപൂർവങ്ങളായി നമുക്ക് ലഭിക്കുന്ന ഒരായുസ്സാണ്. നമുക്ക് ആ നന്മയുടെ മുൻപാകെ ശിരസ്സ് നമിക്കാം. ആ പ്രഭയിൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരുന്നു. സമാനതകളില്ലാത്ത ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത എന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞു. അടിസ്ഥാന വർഗത്തിന്റെ വളർച്ചയാണ് തിരുമേനി എക്കാലവും ലക്ഷ്യമിട്ടത്. മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയും അവഗണിച്ചും ആധുനിക സമൂഹം വളരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ധാർമ്മിക അടിത്തറ പാകിയെടുക്കുന്നതിൽ ജാഗ്രത വേണമെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത, ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ സിറിയക് തോമസ്, ആന്റോ ആന്റണി, മാത്യു ടി തോമസ് MLA, എബ്രഹാം കലമണ്ണിൽ, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത സ്മാരക പ്രഭാഷണം മെയ് മാസം 5-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് റാന്നി ക്രിസ്തോസ് മാർത്തോമ പള്ളിയിൽ നടക്കും. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിക്കും. കാത്തോലിക്ക സഭ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സ്മാരക പ്രഭാഷണം നടത്തും. സംവിധായകൻ ബ്ലസി ആശംസകൾ നേരും. അപ്പോൾ കുടിവെള്ളം കിട്ടാതെ ആളുകൾ വലഞ്ഞ് സൂര്യതാപം മൂലം മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം തന്നെ നമുക്ക് കൂടുതൽ പ്രയാസം ഉളവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ലഭ്യമായി തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. വേനൽ ചൂടിൽ കത്തിയെരിയുന്ന നാടിന് ആശ്വാസമായി സ്നേഹതീർത്ഥമൊരുക്കി മലങ്കര മാർത്തോമ സുറിയാനി സഭ. തിരുവല്ലയിൽ സഭയുടെ കവാടത്തിൽ ഒരുക്കുന്ന സംഭാരവും തണുത്ത ജലവും കുടിച്ച് ജനങ്ങൾക്ക് ക്ഷീണമകറ്റാം. വേനൽക്കാലം അവസാനിക്കുന്നതുവരെ 24 മണിക്കൂറും കുടിവെള്ളം ലഭ്യമാകും. ദിനംപ്രതി 500 പേർക്കാണ് സംഭാരമൊരുക്കുക. സ്നേഹതീർത്ഥം പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും ലോകത്ത് ഇടമുണ്ടെന്ന സന്ദേശമാണ് സ്നേഹതീർത്ഥം നൽകുന്നത് എന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഈ ക്യാമ്പസിൽ ജലം ലഭ്യമാക്കുന്നുണ്ടെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, വൈദിക ട്രസ്റ്റി റവറന്റ് ഡേവിഡ് ഡാനിയൽ, സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് ജോർജ് മാത്യു, വികാരി ജനറൽ വെരി റവറന്റ് ഈശോ മാത്യു, മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറന്റ് KE ഗീവർഗീസ് എന്നിവർ പ്രസംഗിച്ചു. വരൾച്ച രൂക്ഷമാകുന്ന കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള പദ്ധതികൾ ആവശ്യമാണെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഇടവകകൾക്ക് അയച്ച സർക്കുലറിലൂടെ നിർദ്ദേശിച്ചു. വരൾച്ച രൂക്ഷമായി നേരിടുന്ന ഇടങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കണം. മനുഷ്യർക്ക് മാത്രമല്ല, പറവകൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും കരുതൽ ആവശ്യമാണ്. ടാങ്കറുകളിൽ ജലം എത്തിച്ചു നൽകാൻ പരിശ്രമിക്കണം. സഭയുടെ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾക്ക് കൂടി ജലം ലഭ്യമാകത്തക്കവണ്ണം വാട്ടർ ഫിൽറ്ററുകൾ, വാട്ടർ കൂളറുകൾ തുടങ്ങിയവ സ്ഥാപിക്കണമെന്നും മെത്രാപ്പൊലീത്ത നിർദ്ദേശിച്ചു. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ 2024 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, MD, MS കോഴ്സുകളിലേക്ക് മാർത്തോമ സഭ സ്പോൺസർഷിപ്പിന് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകർ മാർത്തോമ സഭാംഗവും മാർത്തോമ മിഷൻ ഹോസ്പിറ്റലുകളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരുമായിരിക്കണം. PG നീറ്റ് പരീക്ഷ പാസ്സാകുന്നവരെയാണ് അഡ്മിഷന് പരിഗണിക്കുക. അപേക്ഷാ ഫോമുകൾ മെയ് മാസം 2-ാം തീയതി മുതൽ സഭാ ഓഫീസിൽ നിന്ന് നേരിട്ടും www.marthoma.in എന്ന സഭയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ മെയ് മാസം 31-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുൻപ് സഭാ സെക്രട്ടറി, മാർത്തോമ സഭാ ഓഫീസ്, തിരുവല്ല 1 എന്ന വിലാസത്തിൽ ലഭിക്കണം. അഭിമുഖം ജൂൺ 14-ന് രാവിലെ 11 മണിക്ക് തിരുവല്ല സഭാ ഓഫീസിൽ നടത്തും. മാർത്തോമ സഭ നെരണം മാരാമൺ ഭദ്രാസന വികാരി ജനറലായി വെരി റവറന്റ് ഡോക്ടർ ഈശോ മാത്യു ചുമതലയിൽ പ്രവേശിച്ചു. സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് ജോർജ് മാത്യു, ഭദ്രാസന സെക്രട്ടറി റവറന്റ് മാത്യു സെ മാത്യു, ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ, കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
മാർത്തോമാ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറിയായി റവറന്റ് തോമസ് കോശി പനച്ചിമൂട്ടിലിനെ ഭദ്രാസന കൗൺസിൽ നിയമിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരുന്നു. മെയ് മാസം 1-ാം തീയതി രാവിലെ അദ്ദേഹം ചുമതലയിൽ പ്രവേശിച്ചു. റാന്നി സെന്റ് തോമസ് കോളേജ് യൂണിയൻ ചെയർമാൻ, യൂണിവൈ സംസ്ഥാന വൈസ് ചെയർമാൻ, മാർത്തോമാ യുവജന സഖ്യം കേന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് കറന്റ് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ, വൈദിക സെലക്ഷൻ കമ്മിറ്റി അംഗം തുടങ്ങിയ ചുമതലകളും നിർവഹിച്ചിട്ടുണ്ട്. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ മുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ 20ാമത് വാർഷികവും കുടുംബ സംഗമവും സമാപിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. യാക്കോബായ സഭ മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ സ്തേഫാനോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറന്റ് സജു ബി ജോൺ, റവറന്റ് സുനിൽ ജോയ്, റവറന്റ് റെജി യോഹന്നാൻ, ഡയറക്ടർ റവറന്റ് സുജിൻ വർഗീസ്, റവറന്റ് ജോർജ് വർഗീസ്, മാനന്തവാടി KCBC മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ റവറന്റ് സണ്ണി മഠത്തിൽ, റവറന്റ് ലിജോ കരിപ്പുഴ, ഭദ്രാസന ട്രസ്റ്റി ജീമോൻ മണലുകാലായിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. മുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ 94 AA കൂട്ടായ്മകളിൽ നിന്നും 1200ഓളം ആളുകൾ പങ്കെടുത്തു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം സുവിശേഷകൻ തോമസ് മാത്യു തുലാപ്പള്ളിയുടെ കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി കൈകോർത്ത് മാർത്തോമാ സഭ. മധ്യപ്രദേശ് റീവായിൽ സുവിശേഷകനായിരുന്ന തോമസ് മാത്യു എറണാകുളം ആംസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമായി 30 ലക്ഷത്തോളം രൂപ ആവശ്യമായി വരും. ശസ്ത്രക്രിയ വേഗം ആവശ്യമായതിനാൽ പണം ഉടൻ ലഭ്യമാകണം. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പയുടെ നിർദ്ദേശപ്രകാരം സംഘത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും ഈ ഉദ്യമത്തിൽ എല്ലാ സുമനസ്സുകളും പങ്കുചേരണമെന്നും സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 30 വർഷങ്ങളായി നോർത്ത് ഇന്ത്യൻ വിവിധ മിഷൻ ഫീൽഡുകളിൽ സുവിശേഷകനായി പ്രവർത്തിച്ച തോമസ് മാത്യുവിന്റെ ജീവൻ നിലനിർത്താൻ എല്ലാവരും പ്രാർത്ഥിക്കണം. പരമാവധി സാമ്പത്തിക പിൻബലം വളരെ വേഗം നൽകി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് സഹായിക്കണമെന്നും ജനറൽ സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ സംഘം ജനറൽ സെക്രട്ടറിയെ ബന്ധപ്പെടണം. മാർത്തോമാ സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMCയുടെ ഡയറക്ടറായി റവറന്റ് ഉമ്മൻ ജേക്കബ് ചുമതലയിൽ പ്രവേശിച്ചു. തെള്ളിയൂർ ശാലേം ഇടവാംഗമായ റവറന്റ് ഉമ്മൻ ജേക്കബ് പൂവത്തൂർ സെന്റ് പോൾസ് മാർത്തോമാ ഇടവക വികാരിയായി ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. തൃപ്പുണ്ണിത്തുറ RLV കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈനാൻസിൽ നിന്നും സംഗീതത്തിൽ ബിരുദവും ഓർത്തഡോക്സ് വൈദിക സെമിനാരി ശ്രുതി സ്കൂളിൽ നിന്ന് ലിറ്റർജിക്കൽ മ്യൂസിക്കൽ ഡിപ്ലോമയും സമ്പാദിച്ചിട്ടുണ്ട്. വാളക്കുഴി സ്വദേശിയാണ്. കഴിഞ്ഞ 6 വർഷം DSMC ഡയറക്ടറായി അനുഗ്രഹീത ശുശ്രൂഷ നിർവഹിച്ച ശേഷം സ്ഥലം മാറിപ്പോയ റവറന്റ് ആശിഷ് ജോർജ് തോമസിനും കുടുംബത്തിനും ഊഷ്മളമായ യാത്രയയപ്പും ഒരുക്കി. തിരുവല്ല സെന്റ് തോമസ് പള്ളിയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് ജോർജ് മാത്യു, പുതിയ ഡയറക്ടർ റവറന്റ് ഉമ്മൻ ജേക്കബ്, DSMC വൈസ് പ്രസിഡന്റ് റവറന്റ് സാം ടി മാത്യു, ട്രഷറർ അമ്പോറ്റി മാരാമൺ, മുൻ ട്രഷറർ ജോസ് തരകൻ, സാഹിത്യകാരൻ ഷാജി ജോർജ്, മാർത്തോമാ വിഷൻ കൺവീനർ സാം ചെമ്പകത്തിൽ, ഇടവക വികാരി റവറന്റ് മാത്യു വർഗീസ് എന്നിവർ സംസാരിച്ചു. മാർത്തോമാ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മാർത്തോമാ വൈദിക സെമിനാരിയോട് സഹകരിച്ച് അടൂർ മാർത്തോമാ യൂത്ത് സെന്ററിൽ ഇന്റൻസീവ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI ആരംഭിച്ചു. സഖ്യം പ്രസിഡന്റ് ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സഖ്യം ട്രഷറർ CA ലിബിൻ മാത്യു, ചെയർമാൻ റവറന്റ് ജോബിൻ ജോസ്, കൺവീനർ ഷൈനു എബ്രഹാം, അസിസ്റ്റന്റ് സെക്രട്ടറി റവറന്റ് പ്രമിൻ ഐ വേങ്ങൽ, റവറന്റ് ബ്ലൈസു വർഗീസ്, റവറന്റ് അഭിഷേക് ഡാൻ ഉമ്മൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. 30 യുവതി യുവാക്കൾ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നു. മാർത്തോമാ സഭ അടൂർ ഭദ്രാസനം ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ച സ്നേഹമന്ന പ്രതിദിന പ്രഭാത ഭക്ഷണ പരിപാടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. വികാരി ജനറൽ വെരി റവറന്റ് TK മാത്യു, മുനിസിപ്പൽ ചെയർമാൻ ദിവ്യ റെജി മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോണി പാണംതുണ്ടിൽ, ഭദ്രാസന സെക്രട്ടറി റവറന്റ് ബേബി ജോൺ, ട്രസ്റ്റി അഡ്വക്കേറ്റ് ബിനു P രാജൻ, റവറന്റ് എബ്രഹാം V സാംസൺ,
റവറന്റ് അജി ചെറിയാൻ, ജോഷി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് ദിവസവും 100 പേർക്ക് സ്നേഹമന്ന പ്രഭാത ഭക്ഷണം നൽകുന്നത്. ഭാരതത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ അനുഗ്രഹീത ശുശ്രൂഷകൾ നിർവഹിച്ച ശേഷം മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിലെ 4 സുവിശേഷകർ സജീവ ശുശ്രൂഷകളിൽ നിന്ന് വിരമിച്ചു. വർഗീസ് മാത്യു, ജി യേശുദാസ്, ടി.പി. ജോണിക്കുട്ടി, കെ.എം. മാത്യു എന്നിവരാണ് വിരമിച്ച സുവിശേഷകർ. ചെങ്ങറ ബദേൽ മാർത്തോമാ ഇടവാംഗമായ സുവിശേഷകൻ ടി.പി. ജോണിക്കുട്ടി 1986 സീഹോറയിലാണ് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചത്. രാജസ്ഥാൻ, കോട്ട, ആൻഡമാൻസ്, കോയമ്പത്തൂർ, പൊള്ളാച്ചി, പുറവിപ്പാളയം, വാൽപ്പാറ, ഡിണ്ടികൾ, അമ്പിളിക്കൈ, ഉദുമൽപേട്ട, പൊള്ളാച്ചി സേതുമാടൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ ധന്യമായ ശുശ്രൂഷകൾ നിർവഹിച്ചു. കരിക്കട്ടാർ സെന്റ് തോമസ് ഇടവാംഗമായ കെ.എം. മാത്യു ഹോസ്കോട്ടെ ബൈബിൾ സ്കൂൾ ആദ്യ ബാച്ച് വിദ്യാർത്ഥിയാണ്. 1992 ശിവനാപുര ഗ്രാമത്തിൽ താമസിച്ച് സുവിശേഷ വേല ആരംഭിച്ചു. തുടർന്ന് സിർസി മിഷനിലെ ബദനഗോഡ്, സിർസി എന്നിവിടങ്ങളിലും ശിവനാപുര മിഷനിൽ സത്യവാര, താവരക്കരെ, ഹോസ്കോട്ടെ മിഷനിൽ ദണ്ടുപാളൈ, ഹോസ്കോട്ടെ എന്നിവിടങ്ങളിലും കോലാർ മിഷനിൽ ചെന്നസന്ദ്ര, ദളസഗരെ, കരിനായ്ക്കനഹള്ളി, ജമ്മൻകോട്ടെ മിഷനിൽ ദേവസന്ദ്ര ഗ്രാമങ്ങളിലും അനുഗ്രഹീത ശുശ്രൂഷകൾ നിർവഹിച്ചു. ചെങ്ങന്നൂർ തിട്ടമേൽ ട്രിനിറ്റി മാർത്തോമാ ഇടവാംഗമായ ജി യേശുദാസൻ 1989 സീഹോറയിലാണ് പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. ടിബറ്റൻ ബോർഡർ, ആൻഡമാൻസ്, ഗോവ, സഗ്ന, തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ, മാവേലിക്കര ഭദ്രാസനങ്ങളിലും ശുശ്രൂഷകൾ നിർവഹിച്ചു. പുല്ലാട് സഹിയോൻ മാർത്തോമാ ഇടവാംഗമായ വർഗീസ് മാത്യു അങ്കോല, കർവാർ, കുംത, ശിവനാപുരം, കോളർ, ജംഗമക്കോട്ട, കർണാടക, യെല്ലാംപൂർ തുടങ്ങിയ മിഷൻ ഫീൽഡുകളിലെ അനുഗ്രഹീത ശുശ്രൂഷകൾക്ക് ശേഷമാണ് വിരമിച്ചത്. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമാ വിഷനിലൂടെ. ഷാലോം.